എല്ലാവർക്കും റൂട്ട്നെസ് സെറികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാലവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മിക്കവാറും തോട്ടങ്ങളിൽ മഴക്കാല മുന്നൊരുക്കങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ചുവട് തെളിച്ച് കവാത്തെടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും കൊപ്പറക്കുന്ന കാര്യങ്ങളാണെങ്കിലും കുമ്മായം കളിക്കൊഴിക്കുന്ന കാര്യങ്ങൾ കർഷകർ ശ്രദ്ധിക്കുക. നമ്മുടെ മാർക്കറ്റിൽ ഡോളോമൈറ്റ് മിക്സ് ചെയ്ത് വരുന്ന കുമ്മായ ലഭ്യതയിലുണ്ട്. അപ്പോൾ വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾ കുമ്മായം വാങ്ങാനായിട്ട്. അതുപോലെ തന്നെ അഴുകലിനെ പ്രതിരോധിക്കാനായിട്ട് ഫംഗിസൈഡുകളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ തോട്ടങ്ങളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബോഡോ മിക്സ്ചർ, അതായത് തുരിശും കുമ്മായം ചേർന്ന് വരുന്ന ബോഡോ മിക്സ്ചറും അതേപോലെ തന്നെ നമ്മുടെ COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ്, ഇതിലേത് കോമ്പിനേഷനാണ് അഴുകലിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ടും ചിലവ് കുറഞ്ഞ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത്. എനിക്കുറപ്പുണ്ട്, 100% എനിക്കുറപ്പുണ്ട്, നമ്മുടെ കർഷകർ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിലേതാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആഴത്തിൽ ഈ വീഡിയോ മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് തന്നെ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് കോപ്പറിൻ്റെ വില എന്ന് പറയുന്നത്. നമുക്കറിയാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ കോപ്പറിൻ്റെ വില 100% മേലെയാണ് ഈ വർഷം കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന തുരിശിൻ്റെ വിലയിലും നല്ലപോലെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് കർഷകർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഒരു സാധാരണക്കാരനായ കർഷകന് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന റേറ്റിലല്ല ഇപ്പോൾ നമുക്ക് തുരിശ് നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നത്. മാത്രമല്ല റേറ്റ് കൂടുമ്പോഴത്തേക്ക് ക്വാളിറ്റിയിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത കാര്യമാണ്, നമ്മൾ ഈ ബോഡോ മിക്സർ ഉണ്ടാക്കുന്നത് നമ്മുടെ തോട്ടങ്ങളിൽ തന്നെയാണ്. അതുണ്ടാക്കുന്നത് നമ്മുടെ കർഷകർ അല്ലെങ്കിൽ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് അതിൻ്റെ പ്രിസിഷൻ അതല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവണമെന്നില്ല നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയുറകൾ. നമുക്കറിയാം, പണ്ടുപോയിട്ട് നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ തുരിശ് കുമ്മായം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ അബദ്ധങ്ങൾ നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. അതേസമയം നമ്മുടെ COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് ഒക്കെ ആണെങ്കിൽ ഫാക്ടറി ബിൽഡാണ്, പ്രോപ്പർ ഫോർമുലേഷനിലാണ് അതുണ്ടാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തോട്ടങ്ങളിൽ ധൈര്യമായിട്ട് തന്നെ സ്പ്രേ കൊടുക്കാവുന്നൊരു കോമ്പിനേഷൻ തന്നെയാണത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് pH എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡോ മിക്സ്ചറിൻ്റെ pH എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹൈലി അൾക്കലൈൻ ആയിട്ടൊരു നേച്ചറാണ് നമ്മുടെ ബോഡോ മിക്സ്ചറിനുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2 കിലോ കുമ്മായത്തിലേക്കാണ് നമ്മൾ 2 കിലോ തുരിശ് ആഡ് ചെയ്യുന്നത്. ഈ കുമ്മായത്തിൻ്റെ pH എന്ന് പറയുന്നത് 9-ൻ്റെയും 11-ൻ്റെയും ഇടയിലാണ്, അതായത് pH കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബോഡോ മിക്സ്ചറിൻ്റെയും pH കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബോഡോ മിക്സ്ചർ ഒരു കാരണവശാലും ഹൈ അൽക്കലൈൻ ആയതുകൊണ്ട് ഒരു കാരണവശാലും മരുന്നുകളുടെ കൂടെയോ അല്ലെങ്കിൽ കീടനാശിനികളുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റ് ഫംഗിസൈഡുകളുടെ കൂടെയോ ഒന്നും അത് ചേരത്തില്ല. അതേ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന COCയുടെ pH എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിയർലി 7, അതായത് 7-ൻ്റെ അടുത്തൊക്കെയായിട്ട് വരും. അത്രയ്ക്ക് അസിഡിക്കുമല്ല എന്നാൽ ബേസും അല്ലാത്തൊരു പ്രത്യേക ക്യാരക്ടറാണ് നമ്മുടെ COCക്കുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് മരുന്നുകളായിട്ട്, പ്രത്യേകിച്ച് കീടനാശിനികളായിട്ടും അല്ലെങ്കിൽ ഫംഗിസൈഡുകളായിട്ടും ഒന്നും അധികം കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബോഡോ മിക്സ്ചർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചെടികൾക്കുണ്ടാകുന്ന ഫൈറ്റോടോക്സിസിറ്റി അഥവാ സസ്യവിഷബാധ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പുതിയതായിട്ട് വരുന്ന ഇലകളിലുണ്ടാകുന്ന സ്കോർച്ചിങ് അഥവാ ഒരു ചെറിയ പൊള്ളലൊക്കെ പോലെ, അല്ലെങ്കിൽ തളിരായിട്ടുള്ള ഭാഗങ്ങൾ, നമ്മുടെ പുതിയ ശരം, അരിമ്പ്, ശരത്തിൻ്റെ അറ്റം, അങ്ങനെ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പൊള്ളലുകൾ, അതേപോലെ തന്നെ പൂക്കൾ പിടിക്കാനുള്ള മടുപ്പ്, അതിന് നമ്മൾ കോപ്പർ ഷൈനസ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു നാണം കുണുങ്ങിയ പോലെ പൂക്കൾക്ക് പിടിക്കാൻ ഫ്ലവറിങ് ഉണ്ടാകാനുള്ളൊരു മടുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ബോഡോ മിക്സ്ചർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളിൽ കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ COC യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഫൈറ്റോടോക്സിക് എഫക്റ്റ് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും നമ്മുടെ ചെടികളെ അഫക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ബോഡോ മിക്സ്ചർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പരമാവധി എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കാണിക്കുന്നത് ഒരു ദിവസമാണ്. അതായത് ഒരു 5 to 7 മണിക്കൂറാണ് പരമാവധി മണ്ണിലുള്ള കുമിളുകളെ അത് പിടിച്ചു കെട്ടുന്നത്. അതേ സമയത്ത് നമ്മൾ COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് കോമ്പിനേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പരമാവധി എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതായത് മണ്ണിലുള്ള കുമിളുകളെ ഒരു 7 ദിവസം വരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നമ്മുടെ COC ഹെക്സാ കോമ്പിനേഷന് സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല പോലെ അഴുകൽ കാണിക്കുന്ന തോട്ടങ്ങളിൽ നല്ലപോലെ മഴയാവുമ്പോഴത്തേക്ക് ഒരു റൗണ്ട് ബോഡോ മിക്സ്ചറൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ബോഡോ മിക്സ്ചറിന് കില്ലിംഗ് കേപ്പബിലിറ്റി കൂടുതലാണ്. അതായത് നല്ലപോലെ തന്നെ ഈ അഴുകളുണ്ടാക്കുന്ന ഫംഗലുകളെ പിടിച്ചു കെട്ടാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മുടെ ബോഡോ മിക്സ്ചറിന് കൂടുതലാണ്. കുറച്ച് സമയമേ ഉള്ളെങ്കിൽ പോലും നല്ല പോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് കാണിക്കും. അതുകൊണ്ട് തന്നെ റേറ്റ് താങ്ങാൻ പറ്റുന്ന കർഷകരൊക്കെ ആണെങ്കിൽ നല്ല പോലെ മഴയാവുമ്പോഴത്തേക്ക് ഒരു റൗണ്ട് ബോഡോ മിക്സ്ചർ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്.
ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോഡോ മിക്സ്ചറിൻ്റെയും അതുപോലെ തന്നെ COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റിൻ്റെയും 200 ലിറ്റർ ഡ്രമ്മിന് നമുക്ക് എന്തോരം കോസ്റ്റ് ആവുന്നുണ്ടെന്നും അതിനൊരു ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ തുരിശെടുക്കുവാണെങ്കിൽ ഏകദേശം 1 കിലോയ്ക്ക് പരീക്കിൻ്റെ തുരിശൊക്കെ ആണെങ്കിൽ റേറ്റ് വരുന്നത് 550 രൂപയാണ്. നമ്മൾ ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 1 കിലോയ്ക്ക് ഒരു 535 രൂപ റേറ്റിൽ കിട്ടും. അതേസമയത്ത് കുമ്മായമാണെങ്കിൽ 1 കിലോയ്ക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഈ 2 കിലോ വെച്ചാണ് 200 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡ്രമ്മിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 1100 മുതൽ 1200 രൂപ റേഞ്ചിലാണ് നമുക്ക് ഡ്രം കോസ്റ്റ് വരുന്നത്. അതേ സമയത്ത് നമ്മുടെ COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ COCക്ക് ഏകദേശം 1 കിലോ റേറ്റ് വരുന്നതെന്ന് പറയുന്നത് ഒരു 600 മുതൽ 610 രൂപയാണ്. ഡ്രമ്മിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 400 ഗ്രാമാണ്. അപ്പം ഏകദേശം കോസ്റ്റ് വരുന്നത് ഒരു 480 രൂപ. അതുപോലെ തന്നെ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് സഞ്ചാർ 40 അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 480 മുതൽ 500 രൂപ റേഞ്ചിലാണ്. അപ്പം ഡ്രമ്മിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 400 മില്ലിയാണ്. അപ്പോൾ കോസ്റ്റ് വരുന്നത് 200 രൂപയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെക്സാകോണാസോൾ അതിൻ്റെ ഡ്രമ്മിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 200 മില്ലിയാണ്. ഏകദേശം 1 ലിറ്ററിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 350 രൂപ റേഞ്ചിൽ വരും. അപ്പോൾ നമുക്ക് ഡ്രമ്മിന് ചിലവാകുന്നത് 70 രൂപയാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ അത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് 200 ലിറ്റർ ഡ്രമ്മിന് നമുക്ക് കോസ്റ്റ് വരുന്നത് ഒരു 750 രൂപ റേഞ്ചിലേക്കാണ് കോസ്റ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 400 രൂപ വരെ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്, ഒരു ഡ്രമ്മിന് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലായിട്ടും എഫിഷ്യൻ്റായിട്ടും നമുക്ക് നല്ലപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് കോമ്പിനേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ അഴുകിൽ കാണുന്ന തോട്ടങ്ങൾ, നല്ലപോലെ കഴിഞ്ഞ വർഷം അഴുകിയ തോട്ടങ്ങളിൽ നമ്മളിത് ശരിയായിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും ആദ്യം നല്ലപോലെ അഴുകിയ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും COC ഒരു 400 ഗ്രാം, മെറ്റലാക്സയിൽ ഒരു 100 ഗ്രാം, അതിൻ്റെ കൂടെ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് സഞ്ചാർ 40 അതൊരു 400 മില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ചൂട്ടിൽ നല്ലപോലെ കാണിക്കുക. അകത്തും പുറത്തൊക്കെ ആയിട്ട് കിഴങ്ങിനോടൊക്കെ ചേർന്ന് നല്ലപോലെ ഒന്ന് മണ്ണിലും കൂടെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഴുകലിന് പ്രൊഫൈലേറ്റിക് ആയിട്ട്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ അധികം അഴുകലൊന്നും കാണുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഫൈലേറ്റിക് ആയിട്ട് കൊടുക്കുന്നതേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത് COC 400 ഗ്രാം, ഹെക്സാകോണാസോൾ 200 മില്ലി, പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് സഞ്ചാർ 40 400 മില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് ചുവട്ടിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഫിഷേരിത്തനാണെങ്കിലും നമ്മുടെ അഴുകലുണ്ടാകുന്ന കൂമ്പിടുകൾക്കാണെങ്കിലും നല്ലപോലെ കൺട്രോൾ തരുന്നൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ കർഷകർക്ക് എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഒരിക്കലും പറയുന്നത് ബോഡോ മിക്സ്ചർ കൊള്ളത്തില്ല എന്നല്ല, അതിന് പകരം നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. നല്ലപോലെ അഴുകലുള്ള തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ റേറ്റ് താങ്ങാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ എടുത്തു വെച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു വെച്ചവരൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നല്ല മഴ കൂടുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ബോഡോ മിക്സ്ചറിന് സ്പ്രേ കൊടുക്കേണ്ടതാണ്. അപ്പം എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയോ കൺസൾട്ടേഷൻ വേണ്ടവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നന്ദി.